നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സുപ്രീം കോടതി വിധിയനുസരിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സായി ഗ്രാമത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള വീടുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി നിർവഹിച്ചു. COA ജില്ലാ കൺവെൻഷൻ ജനുവരി 21 കാസർകോട്ട് വെച്ച് നടക്കും. റേഷൻ സംവിധാനം കാര്യക്ഷമമാക്കണം. JDU-വിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം തുടങ്ങി. സംസ്ഥാന പോഷകാഹാര കാര്യാലയത്തിന്റെ നേതൃത്വത്തിൽ പോഷകാഹാര ബോധവൽക്കരണ പ്രദർശനമേള സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസും നടന്നു. കാണുക കോവൽപ്പള്ളിയിലെ യുവാക്കളുടെ കാർഷിക കൂട്ടായ്മ. തുടക്കമിട്ടത് പുതിയൊരു കാർഷിക സംസ്കാരത്തിന്. ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ ജനുവരി 26 ബാലാവകാശ സംഗമ ഘോഷയാത്ര സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട്ട് പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. പുല്ലൂർ കണ്ണാങ്കോട്ട് ഭഗവതിക്കാവിൽ പ്രധാന ആരാധനാമൂർത്തിയായ കണ്ണാങ്കോട്ട് ഭഗവതിയുടെ പ്രതിഷ്ഠാകർമ്മം ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ വിശദമായി. ലാഭേച്ഛയില്ലാതെയാവണം ആത്മീയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇരിയയിലെ സായി ഗ്രാമത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സത്യസായിയുടെ സ്ഥാപനങ്ങൾ എല്ലാ മതക്കാരെയും ഒരുപോലെ കാണുവാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആത്മീയത മതാതീതമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മീയ രംഗത്തെ ചില സ്ഥാപനങ്ങൾ ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതി വിധിയനുസരിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇരിയ സായി ഗ്രാമത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യത്തിൽ ഒരു സംശയമില്ല, മാതൃകാപരമായ പ്രവർത്തനമാണ്. ഇവിടെ നടന്നത് അതിലേറ്റവും പ്രധാനമായി നാം കാണേണ്ടത് ആത്മീയതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ടർ ആരായാലും ലാഭേച്ഛ പാടില്ല. സത്യസായി ബാബയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനക്കുള്ള പ്രത്യേകതയും സത്യസായി ബാബ പടുത്തുയർത്തിയ സ്ഥാപനങ്ങൾക്കുള്ള പ്രത്യേകതയും ലാഭേച്ഛയില്ല എന്നുള്ളത് തന്നെയാണ്. സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരള സർക്കാരിന്റെ സഹായത്തോടെയാണ് 36 വീടുകൾ നിർമ്മിച്ചു നൽകിയത്. ചടങ്ങിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പട്ടയ വിതരണം നടത്തി. സത്യസായി ഗ്രാമത്തിൽ ആരംഭിക്കുന്ന ആയുഷ് ഹോളിസ്റ്റിക് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി KK ശൈലജ ടീച്ചർ നിർവഹിച്ചു. കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം P കരുണാകരൻ MB നിർവഹിച്ചു. സത്യസായി ഗ്രാമത്തിലെ ആംഫി തിയേറ്റർ K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. സോളാർ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം സായിഗ്രാമം ബ്രാൻഡ് അംബാസിഡർ നടൻ ജയസൂര്യ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, നഗരസഭാ ചെയർമാൻ VV രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ഗൗരി, VPP മുസ്തഫ, ഉഷ, സതീശൻ വെള്ളച്ചാൽ, ജില്ലാ കളക്ടർ K ജീവൻ ബാബു, എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് നഗരസഭയിൽ ഭവന പുനരുദ്ധാരണ ക്രമക്കേടിൽ വിജിലൻസ് കേസെടുത്ത സാഹചര്യത്തിൽ ആരോപണ വിധേയരായ സ്ഥിരം സമിതി അധ്യക്ഷ അടക്കമുള്ളവരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് BJP കൌൺസിലർമാർ പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രി പങ്കെടുത്ത ജനറൽ ആശുപത്രി തറക്കല്ലിടൽ ചടങ്ങിലും പ്രതിഷേധവുമായി BJP കൌൺസിലർമാർ എത്തി. ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം കൌൺസിൽ ഹാളിലേക്ക് എത്തുന്നതിനിടെയാണ് BJP അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സംഭവത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കുകയാണെന്ന് അധ്യക്ഷയും ഭരണപക്ഷാംഗങ്ങളും പറഞ്ഞുവെങ്കിലും ആരോപണ വിധേയരെ പുറത്താക്കണമെന്നായിരുന്നു അംഗങ്ങളുടെ ആവശ്യം. കൌൺസിൽ യോഗങ്ങൾ തുടർച്ചയായി തടസ്സപ്പെടുത്തിയാൽ പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുമെന്നാണ് സമിതി അധ്യക്ഷരുടെ അഭിപ്രായം. കൌൺസിൽ യോഗം തടസ്സപ്പെടുത്തിയ BJP അംഗങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുത്ത ജനറൽ ആശുപത്രി തറക്കല്ലിടൽ ചടങ്ങിലും പ്രതിഷേധം നടത്തി.
ഭരണക്കാർ പദ്ധതിയും PMAY പദ്ധതിയും അട്ടിമറിച്ച നഗരസഭ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കുക. നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കുക. നഗരസഭാ ചെയർപേഴ്സൺ നീതി പാലിക്കുക. നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കുക. കച്ചവട മനസ്സോടെ രോഗികളെ കാണുന്നത് അവസാനിപ്പിക്കണമെന്നും അനാവശ്യ പരിശോധനകൾ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയൻ അവർകളെ ശിലാസ്ഥാപനത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് 8 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കെട്ടിടം ഒരുങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാകുന്നതോടെ രോഗികൾക്ക് ചികിത്സ തേടി മാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ആശുപത്രിയിലെ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്കാകെ വളരെ അധികം ആശ്വാസം നൽകുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വിദഗ്ധ ചികിത്സക്കായി മംഗലാപുരത്തെ ആശുപത്രികളെയാണ് പലപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കി എടുക്കുന്നതോടെ അതിന് വലിയ കുറവുകൾ സംഭവിക്കും. ഇവിടെ തന്നെ നല്ലതുപോലെ ചികിത്സ നടത്താൻ കഴിയും. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി നബാർഡ് അനുവദിച്ച പദ്ധതിയുടെ ഭാഗമായാണ് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത്. ആശുപത്രികൾ കച്ചവട മനസ്സോടെ രോഗികളെ കാണാൻ പാടില്ലെന്നും അനാവശ്യ പരിശോധനകൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാധാരണക്കാരനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആരോഗ്യ നയമാണ് സർക്കാർ നടപ്പാക്കുന്നത്. ഒരു തരത്തിലും കച്ചവട മനസ്സോടെ മുന്നിലിരിക്കുന്ന രോഗിയെ കാണാൻ പാടില്ല. അതിന് സൂചിപ്പിക്കാനുള്ളത് ചിലരെങ്കിലും അനാവശ്യ ടെസ്റ്റുകൾക്ക് നിർബന്ധിക്കുന്നുണ്ട്. ആവശ്യമായ ടെസ്റ്റുകൾ വേണ്ടത് തന്നെയാണ്. എന്നാൽ മറ്റെന്തെങ്കിലും താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനാവശ്യ ടെസ്റ്റുകളിലേക്ക് പോകാൻ പാടില്ല. ആശുപത്രിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി സേവനം നടത്തിയ LBS കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. ചടങ്ങിൽ ആരോഗ്യമന്ത്രി KK ശൈലജ അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ, P കരുണാകരൻ MP, MLA-മാരായ PB അബ്ദുൾ റസാഖ്, NA നെല്ലിക്കുന്ന്, K കുഞ്ഞിരാമൻ, M രാജഗോപാലൻ, ജില്ലാ കലക്ടർ ജീവൻ ബാബു, നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം, DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ജനുവരി 21 കാസർഗോഡ് വെച്ച് നടക്കും. കോസ്മോസ് ഓഡിറ്റോറിയത്തിലെ NH അൻവർ നഗറിൽ ജില്ലാ പോലീസ് മേധാവി KG സൈമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 21 ശനിയാഴ്ച രാവിലെ 10:30 ബീരന്ത് ബയൽ കോസ്മോസ് ഹാളിൽ വെച്ച് കാസർഗോഡ് SP ശ്രീ KG സൈമൺ അവർകൾ കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അന്നേ ദിവസം തന്നെ കൺവെൻഷൻ്റെ മുഖ്യാതിഥിയായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ മുഖ്യപ്രഭാഷണം നടത്തും. കുറഞ്ഞ നിരക്കിൽ ജില്ലയിലെ മുഴുവൻ വീടുകളിലും ഇന്റർനെറ്റ് സേവനം എത്തിക്കാൻ സംഘടന സുസജ്ജമാണെന്നും നേതാക്കൾ അറിയിച്ചു. വളരെ ചുരുങ്ങിയ രീതിയിലും വളരെ സ്പീഡുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുന്നത് കേരള വിഷന്റെ വരിക്കാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള സാങ്കേതിക ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ നടത്തിക്കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ലോഞ്ചിങ് കാസർഗോഡ് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ കൺവെൻഷൻ എന്തുകൊണ്ടും ഇവിടുത്തെ വരിക്കാർക്ക് എന്നതിലുപരി ഇവിടുത്തെ ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. സതീഷ് കെ പാക്കം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ മുഖ്യപ്രഭാഷണം നടത്തും. അസോസിയേഷന്റെ കീഴിലുള്ള കമ്പനികളിലെ മുൻനിര നേതാക്കളായ അബൂബക്കർ സിദ്ദിഖ്, ബിനു ശിവദാസ്, K ഗോവിന്ദൻ, K സജീവ് കുമാർ, K പ്രദീപ് കുമാർ, TV മോഹനൻ, ഷുക്കൂർ കോളിക്കര തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ റിപ്പോർട്ട് അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ഷുക്കൂർ കോളിക്കര, MR അജയൻ, പുരുഷോത്തം നായിക് തുടങ്ങിയവർ സംബന്ധിച്ചു. റേഷൻ സംവിധാനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് JDU-വിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം തുടങ്ങി. ഹോസ്ദുർഗ് താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
റേഷൻ സംവിധാനം കാര്യക്ഷമമാക്കുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജനതാദൾ യുവിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. JDU ജില്ലാ പ്രസിഡന്റ് AV രാമകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കർപ്പൂരം വരെയുള്ള ഒരു സാധനങ്ങൾക്കും വിലക്കയറ്റം ഉണ്ടാക്കുകയില്ല, വില വർദ്ധിക്കുകയില്ല എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന ഈ സർക്കാർ 8 മാസം തികഞ്ഞപ്പോഴേക്കും ഏതൊക്കെ സാധനത്തിന് എത്ര കൊണ്ട് വിലക്കയറ്റം ഉണ്ടാക്കിയെന്ന് അനുഭവസ്ഥന്മാർക്ക് അറിയുന്നതുകൊണ്ട് ആ ഭാഗത്ത് കിടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് 1 കിലോ അരിയുടെ വില പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുമ്പോൾ 1 കിലോ അരിയുടെ വില 32 രൂപയാണെങ്കിൽ ഇന്ന് ഏകദേശം 42 രൂപ വരെ 1 കിലോ അരിയുടെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പയറിന്റെയും കടലയുടെയും അതുപോലെ തന്നെ പരിപ്പിന്റെയും ചായപ്പൊടിയുടെയും പഞ്ചസാരയുടെയും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഉപ്പുരത്തെ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും ക്രമാതീതമായ വില വർദ്ധിപ്പിച്ചിട്ടും ഞാനൊന്നും അറിയുന്ന രാമനാരായണ എന്ന രീതിയിലാണ് പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും ഇത് ജനങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി EV ഗണേശൻ അധ്യക്ഷനായി. VV കൃഷ്ണൻ, സംസ്ഥാന കൌൺസിൽ അംഗം T അജിത, U ശ്രീധരൻ, PC ഗോപാലകൃഷ്ണൻ, T ബാലകൃഷ്ണൻ, ഗിരീഷ് കുന്നത്ത്, PV കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. K പവിത്രൻ, രമേശൻ കാര്യത്ത്, KV ശശി, ഭാസ്കരൻ കോട്ടൂർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും സംസ്ഥാന പോഷകാഹാര കാര്യാലയത്തിന്റെയും നേതൃത്വത്തിൽ പോഷകാഹാര ബോധവൽക്കരണ പ്രദർശനമേള സംഘടിപ്പിച്ചു. ബലൈസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രദർശനമേള ഒരുക്കിയത്. ജില്ലാ ആരോഗ്യവകുപ്പിന്റെയും സംസ്ഥാന പോഷകാഹാര കാര്യാലയത്തിന്റെ നേതൃത്വത്തിലാണ് ബെല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോഷകാഹാര ബോധവൽക്കരണ പ്രദർശനമേള സംഘടിപ്പിച്ചത്. പ്രദർശനത്തിൽ കാരറ്റ് കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളുടെ പ്രദർശനം നടന്നു. മരച്ചീനിയും കിഴങ്ങുവർഗ്ഗങ്ങളും ഉപയോഗിച്ചുണ്ടാക്കുന്ന പലഹാരങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. പ്രദർശനമേള നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L സുലേഖ ഉദ്ഘാടനം ചെയ്തു. ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് ന്യൂട്രീഷന്റെ ഭാഗമായി തന്നെ ഓരോ അംഗൻവാടികളിലും അതുപോലെ തന്നെ ഓരോ വാർഡിന്റെയും ഭാഗമായി അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസുകളും ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്തി വരുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയാനേക്ക് നിർവാഹമില്ല. കുട്ടികളുടെ പോഷകാഹാരത്തെ കുറിച്ചും കുട്ടികൾക്ക് വേണ്ടുന്ന ആരോഗ്യ രംഗത്തെ ശീലങ്ങളെ കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഓരോ വാർഡിനകത്തും നടത്തി വരുന്നത്. ഡെപ്യൂട്ടി DMO ഡോക്ടർ E മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൌൺസിലർ K ലത അധ്യക്ഷയായി. DO PK പ്രകാശ് കുമാർ, പ്രിൻസിപ്പൽ KR മധുസൂദനൻ, RCS ഓഫീസർ ഡോക്ടർ മുരളീധര നല്ലൂരായ, S താരാകുമാരി, ജില്ലാ മാസ് മീഡിയ ഓഫീസർ വിൻസെന്റ് ജോൺ, സ്റ്റാഫ് സെക്രട്ടറി വിനയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ബാലസംഘം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 26-ന് ബാലാവകാശ സംഗമ ഘോഷയാത്ര സംഘടിപ്പിക്കും. നമുക്ക് വേണം പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. ബാലസംഘം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനുവരി 26-ന് ബാലാവകാശ സംഗമ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. നമുക്ക് വേണം പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. ബാലാവകാശ സംഗമ ഘോഷയാത്രയുടെ ഭാഗമായുള്ള പോസ്റ്റൽ പ്രചരണം നടന്നു. ഏരിയ കൺവീനർ വിജയൻ, ഏരിയ സെക്രട്ടറി ജിതിൻ, ശബരീശൻ, യതീഷ് വാരിക്കാട്ട്, സുനിൽ കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വാട്സാപ്പിലും ചാറ്റിംഗിലും മുഴുകി സമയം കളയുന്ന പുതിയ തലമുറയ്ക്ക് മുന്നിൽ മണ്ണിൽ അധ്വാനിച്ച് ആഹ്ലാദം കണ്ടെത്തുന്ന കൊവ്വൽപ്പള്ളിയിലെ യുവാക്കൾ മാതൃകയാവുന്നു. 10 വർഷത്തോളമായി തരിശായി കിടന്ന വയലിൽ നെൽകൃഷിയും പച്ചക്കറി കൃഷിയും ഇറക്കി പുതിയൊരു കാർഷിക സംസ്കാരത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഈ യുവാക്കൾ. ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്ന യുവാക്കൾ സൗഹൃദ കൂട്ടായ്മയിലൂടെയാണ് കാർഷിക രംഗത്തിറങ്ങിയത്. ജോലി കഴിഞ്ഞ് ഒത്തുകൂടിയപ്പോൾ ഒരു സായാഹ്ന ചർച്ചയിലാണ് കാർഷിക രംഗത്തിറങ്ങാനുള്ള ഇവരുടെ തീരുമാനമുണ്ടായത്. യുവാക്കളുടെ തീരുമാനത്തിന് പിന്തുണയുമായി കോവൽപ്പള്ളിയിലെ ഗോവിന്ദനുമെത്തി. തരിശായി കിടക്കുന്ന തന്റെ പാടം യുവാക്കൾക്ക് കൃഷിയിറക്കാൻ നൽകുകയായിരുന്നു ഇദ്ദേഹം. 1/2 ഏക്കറോളം ഭൂമിയിൽ ഇവർ നെൽകൃഷിയൊരുക്കി. നെൽകൃഷിക്കു പുറമെ ചീര, വെണ്ട, കക്കിരി, പടവലം എന്നീ പച്ചക്കറികളും ഇവർ ഒരുക്കിയിരുന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ KV ഉഷ, സന്തോഷ് കുശാൽ നഗർ, കൃഷി ഓഫീസർ പ്രേമവലി തുടങ്ങിയവർ സംസാരിച്ചു. ഹരീന്ദ്രൻ കലയറ, സിജു കലയറ, പ്രണവ്, ശ്രീതു, അജയ് കുമാർ, വിനീഷ്, രാജേഷ് എന്നിവരാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. പ്രതീക്ഷകളോടെയാണ് യുവാക്കൾ കാർഷിക രംഗത്തേക്ക് ഇറങ്ങിയത്. മണ്ണിനെ സ്നേഹിച്ച് പൊന്നുവിളയിക്കാനുള്ള ഇവരുടെ ശ്രമം വിജയിച്ചാൽ പുതിയൊരു സംസ്കാരത്തിനായിരിക്കും ഇത് തുടക്കമിടുന്നത്.
ഭീമനടിയിൽ EMS മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. CPM എളേരി ഏരിയ കമ്മിറ്റിക്കു വേണ്ടി നിർമ്മിച്ചതാണ് കെട്ടിടം. മലയോര മേഖലയിൽ മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി എത്തിയ പിണറായി വിജയന് ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ മുഴക്കി മുഖ്യമന്ത്രിക്ക് വരവേൽപ്പ് നൽകി. CPM എളേരി ഏരിയ കമ്മിറ്റി ഓഫീസിനു വേണ്ടി നിർമ്മിച്ച EMS മന്ദിരം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരെ ഏറെ ബാധിക്കുന്ന റേഷൻ പ്രതിസന്ധി തന്നെയായിരുന്നു ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. റേഷൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അടുത്ത ദിവസം തന്നെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെയും കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രവിഹിതം കുറച്ചതാണ് സംസ്ഥാനത്ത് റേഷൻ പ്രതിസന്ധി സൃഷ്ടിച്ചത്. 2 ലക്ഷം മെട്രിക് ടൺ അരിയുടെ കുറവ് വരുത്തി. അത് ഇവിടെ ലഭിക്കാതെ ഇവിടുത്തെ പ്രശ്നം തീരില്ല. മുമ്പ് ഭരിച്ച കോൺഗ്രസും നിലവിൽ ഭരിക്കുന്ന BJPയുമാണ് സംസ്ഥാനത്തെ റേഷൻ പ്രതിസന്ധിക്ക് കാരണക്കാരെന്നും പിണറായി പറഞ്ഞു. ഇടതുപക്ഷം ശക്തിപ്പെടണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാലഘട്ടമാണിതെന്നും ജനങ്ങൾ ആശയോടെ ഉറ്റുനോക്കുന്നത് ഇടതുപക്ഷത്തെയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യവ്യാപകമായി തന്നെ ഒരു ഇടതുപക്ഷ പാർട്ടി എന്ന നിലക്ക് കൂടുതൽ ശക്തമാകണം എന്ന് പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാലമാണിത്. ഇടതുപക്ഷത്തിനാണ് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുക എന്ന ധാരണയിൽ തന്നെയാണ് CPIMനെയും ഇടതുപക്ഷത്തെയും പിന്താങ്ങാൻ പൊതുവെ നാടും ജനങ്ങളും തയ്യാറാകുന്നത്. നമ്മുടെ രാജ്യം ഒട്ടനേകം പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത്. ആ പ്രശ്നങ്ങൾക്കെല്ലാം ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനമാണ് ജനങ്ങൾ ആശയോടെ ഉറ്റുനോക്കുന്നത്. PR ചാക്കോ അധ്യക്ഷനായിരുന്നു. കാന കുഞ്ഞികൃഷ്ണൻ സ്മാരക ഹാൾ P കരുണാകരൻ MPയും ഭീമനടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രനും ഉദ്ഘാടനം ചെയ്തു. വിവിധ നേതാക്കളുടെ ഫോട്ടോ അനാച്ഛാദനം K കുഞ്ഞിരാമൻ, MV ബാലകൃഷ്ണൻ മാസ്റ്റർ, M രാജഗോപാലൻ MLA എന്നിവർ നിർവഹിച്ചു. TV ഗോവിന്ദൻ, ജോസ് പതാലിൻ, A അപ്പുക്കുട്ടൻ, TK സുകുമാരൻ, പ്രസീതാരാജൻ എന്നിവർ സംസാരിച്ചു. സാബു ഇബ്രഹാം സ്വാഗതവും CV ശശിധരൻ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി CV ശശിധരൻ ഓഫീസിന് മുന്നിൽ പതാക ഉയർത്തി. മിനിമം പെൻഷൻ 6500 രൂപയാക്കണമെന്ന ആവശ്യം. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനത്തിന് സമാപനം. മിനിമം പെൻഷൻ 6500 രൂപയാക്കുക, പെൻഷൻകാർക്ക് 2 രൂപയ്ക്ക് അരി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനത്തിലൂടെ ഉന്നയിച്ചു. കുന്നുമലിൽ നടന്ന സമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് ഈ പെൻഷനിൽ വർധനവുണ്ടാകണം, ആനുപാതികമായി ജീവിതശൈലികൾക്കനുസരിച്ച് ക്ഷാമവർദ്ധന ഉൾപ്പെടെ നൽകുന്ന രീതിയിലുള്ള പെൻഷൻ വർധനവുണ്ടാകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു വരുന്നത്. പെൻഷൻ ഇങ്ങനെ ഒരു ഔദാര്യമായിട്ട് ലഭിക്കുന്ന ഒരു കാര്യമല്ല. പെൻഷൻ യഥാർത്ഥത്തിൽ ഒരു അവകാശമായിട്ട് ലഭിക്കുന്നതാണ്. വാർദ്ധക്യകാലത്ത് അവർക്ക് ജോലി ചെയ്യാൻ വേണ്ടി കഴിയാത്ത സമയത്ത് അവർക്ക് സംരക്ഷിക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു വരുമാനം എന്ന നിലയിൽ സ്വയം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വരുമാനം എന്ന നിലയിലാണ് പെൻഷൻ പദ്ധതി പൊതുവായിട്ട് വന്നത്. M കുഞ്ഞമ്പു അധ്യക്ഷനായി. AK നാരായണൻ, KV കുഞ്ഞമ്പാടി, P നാരായണി, M രാമൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. M കുഞ്ഞമ്പുവിനെ പ്രസിഡന്റായും, C ബാലകൃഷ്ണനെ വൈസ് പ്രസിഡന്റായും, P നാരായണിയെ ജോയിന്റ് സെക്രട്ടറിയായും, K കുഞ്ഞിക്കണ്ണനെ ട്രഷററായും തെരഞ്ഞെടുത്തു. മാധോത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് വെള്ളിയാഴ്ച സമാപനമാവും. മഹോത്സവത്തിന്റെ ഭാഗമായി നഗരപ്രദക്ഷിണ ഘോഷയാത്ര നടന്നു. മാധോത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് വെള്ളിയാഴ്ച സമാപനമാകും. ഉത്സവത്തിന്റെ ഭാഗമായി നഗരപ്രദക്ഷിണം നടന്നു. നഗരപ്രദക്ഷിണത്തിൽ ആനയെഴുന്നള്ളത്തും നടന്നു. പഞ്ചവാദ്യം, മുത്തുക്കുഴ തുടങ്ങിയവയും ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി.
സുദർശനധാരിയും സുരചിര പത്മധാരിയും സുരനാഥ ശംഖധാരിയും സുദണ്ഡനഖിതാധാരിയുമായി വിശ്വരക്ഷ വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് തായമ്പക ശ്രീഭൂതബലി പഞ്ചവാദ്യം പള്ളിവേട്ട തുടങ്ങിയവ നടക്കും. രാത്രി 10 മണിക്ക് തിടമ്പ് നത്തോത്സവം നടക്കും. പുല്ലൂർ കണ്ണാങ്കോട്ട് ഭഗവതിക്കാവിൽ പ്രതിഷ്ഠാകർമ്മം ഭക്തിയുടെ നിറവിൽ നടന്നു. കളിയാട്ടം 22-ന് തുടങ്ങും. മന്ത്രമൂർത്തികളും രൗദ്രമൂർത്തികളും കൂടി കൊള്ളുന്ന കണ്ണാങ്കുട്ടു ഭഗവതിക്കാവിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ഭക്തിയുടെ നിറവിൽ നടന്നു. മുഖ്യ ആരാധനാമൂർത്തിയായ കണ്ണാങ്കുട്ടു ഭഗവതിയുടെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ശ്രീധരൻ പാരിക്കാട്ടുകാരുടെ കാർമ്മികത്വത്തിൽ നടന്നു. ഉപദേവതമാരുടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. തുടർന്ന് ബ്രഹ്മകലശാഭിഷേകം, പ്രതിഷ്ഠാബലി തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം അന്നദാനവും നടന്നു. 22 മുതൽ ക്ഷേത്രത്തിൽ കളിയാട്ടത്തിന് തുടക്കമാവും. 22-ന് വൈകിട്ട് 6-ന് ഇരട്ടക്കുട്ടിച്ചാത്തൻ, അന്തിക്കോലം, അന്തികുളികൻ, ഭൈരവൻ, പൊട്ടന്തെയ്യം തുടങ്ങിയ തെയ്യങ്ങൾ അരങ്ങിലെത്തും. 23-ന് വൈകിട്ട് 3 മണിക്ക് കണ്ണാങ്കുട്ടു ഭഗവതിയുടെ തിരുമുടി ഉയരും. കളിയാട്ടത്തിലുള്ള ഒരുക്കത്തിലാണ് ആഘോഷ കമ്മിറ്റിയും നാട്ടുകാരും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുപ്രീം കോടതി വിധിയനുസരിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സായി ഗ്രാമത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള വീടുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി നിർവഹിച്ചു. COA ജില്ലാ കൺവെൻഷൻ ജനുവരി 21-ന് കാസർകോട്ട് വെച്ച് നടക്കും. റേഷൻ സംവിധാനം കാര്യക്ഷമമാക്കണം. JDU-വിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം തുടങ്ങി. സംസ്ഥാന പോഷകാഹാര കാര്യാലയത്തിന്റെ നേതൃത്വത്തിൽ പോഷകാഹാര ബോധവൽക്കരണ പ്രദർശനമേള സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസും നടന്നു. കാണുക കോവൽപ്പള്ളിയിലെ യുവാക്കളുടെ കാർഷിക കൂട്ടായ്മ. തുടക്കമിട്ടത് പുതിയൊരു കാർഷിക സംസ്കാരത്തിന്. ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ ജനുവരി 26-ന് ബാലാവകാശ സംഗമ ഘോഷയാത്ര സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട്ട് പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. പുല്ലൂർ കണ്ണാങ്കോട്ട് ഭഗവതിക്കാവിൽ പ്രധാന ആരാധനാമൂർത്തിയായ കണ്ണാങ്കോട്ട് ഭഗവതിയുടെ പ്രതിഷ്ഠാകർമ്മം ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.